കൊല്ലത്ത് മാതൃഭൂമി ഓഫീസിന് പടിഞ്ഞാറ് വശത്തായി ഋഷികേശ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഞങ്ങളിന്ന് സന്ദർശിച്ചു. നല്ല സൂപ്പർ ചിത്രങ്ങൾ തനിമയോട് കൂടിയ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ചിത്രങ്ങൾ ഒരുപാട് ആ ഗാലറിയിൽ ഞങ്ങൾ കണ്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഗുരുപ്രസാദ് അയ്യപ്പൻ ശില്പി എന്ന് പറയുന്നൊരു കലാകാരനാണ് അതെല്ലാം അതിൻ്റെ മുൻ നിരയിൽ നിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഈ ആർട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അജ്ഞരായിട്ടുള്ളവർ പോലും അറിവ് നേടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത്രയും നല്ല സൂപ്പർ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ആർട്ട് ഗാലറിയാണ് ഈ ഋഷികേശ് എക്സിബിഷൻ സെൻറ്റർ എന്ന് തന്നെ പറയാം. അവിടെ കണ്ടത്, ആദ്യമായിട്ട് ചെന്നപ്പോൾ കുറച്ച് ചിത്രങ്ങൾ ഇരിക്കുന്നതാണ് കണ്ടത്. പക്ഷേ അതിൻ്റെ റൂമുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു അനുഭൂതി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാറ് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ സാറ് ആദ്യമേ പറയും, ഞങ്ങൾ ഈ ഫ്രണ്ട് വശത്തൊരു പോസ്റ്റുണ്ട്, ഒരു ലെറ്റർ, അത് നിങ്ങൾ മുഴുവനായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചിത്രങ്ങൾ കാണാൻ റൂമിലേക്ക് പോകാവൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായത് വായിച്ചു. അപ്പോൾ അതിൽ തന്നെ അത് വായിച്ചു തരുമ്പോൾ തന്നെ നമ്മൾ കുറേയൊക്കെ അറിവ് നേടിയതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായാലും നമ്മളെ കുട്ടികൾക്കായാലും നമ്മുടെ സുഹൃത്തുക്കൾക്കായാലും ഒക്കെ ഒരു വഴികാട്ടി ആവാൻ ആ സന്ദേശത്തിന് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഗാലറിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ചിത്രങ്ങൾ പല വിധത്തിലുള്ള, പല രീതിയിലുള്ള ചിത്രങ്ങൾ, അതിന് പല കലാകാരന്മാരുടെ ചിത്രങ്ങൾ, എല്ലാം ഒറിജിനൽ ചിത്രങ്ങൾ. 100ഓളം കലാകാരന്മാരാണ് അവിടെ ആ ചിത്രങ്ങളെല്ലാം കൊടുക്കുന്നതും അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അത്രയും വലിയ ആളുകൾ. അപ്പോൾ ആ ചിത്രത്തിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്നത് നമുക്കും വരും തലമുറയ്ക്കും, അതേക്ക് മുന്നിലേക്കുള്ള തലമുറയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്കും ഇത് വലിയ ഒരു ഉപകാരപ്രദമാവും എന്നതിന് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ട് 2 വർഷം ഗാലറിയിൽ പ്രവർത്തിക്കുക എന്നുള്ള ചെറിയ കാര്യമാണ്. അതെ, അതും ശരിയാണ്. നേരത്തെ ഞാൻ ഇവിടുത്തെ ഒരു നിത്യസന്ദർശകരാണ്. അപ്പോൾ ഇതിന് ഉദ്ഘാടനത്തിന് ഞാനുണ്ടായിരുന്നു. തുടർന്നുള്ള 100 വർഷം പൂർത്തീകരിക്കുന്ന ചടങ്ങിലും അതിൻ്റെ ഇടവേളകളൊക്കെ ഞാൻ വരുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വിറ്റുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചിത്രങ്ങൾ, ഇന്ന് നമ്മൾ 1-2 ചിത്രങ്ങൾ കണ്ടത് വലിയ തനിമല്ലേ, നമുക്ക് വളരെയേറെ ആകർഷണം ഉണ്ടാക്കിയ. അത് സാറ് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. കേരളത്തിലുള്ളവർ മാത്രമല്ല, നമ്മുടെ ഇന്ത്യക്കകത്തുള്ളവരും അതുപോലെ തന്നെ വിദേശത്തുള്ളവരും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പോലും വലിയ ആകാംക്ഷയോടുകൂടി അത് ഈ ചിത്രങ്ങളെ വീക്ഷിക്കുകയും അവരത് വാങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു മനസ്സിനൊരു സന്തോഷമാണ്. കാരണം സാറൊക്കെ ഇത്രയും ഒരു ഗാലറിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിച്ചു, ഇത്രയും ചിത്രങ്ങളുമായിട്ടിരിക്കുമ്പോൾ വിദേശത്തുള്ള ആളുകൾ ഇത് വരികയും അതിനെക്കുറിച്ച് കാര്യങ്ങൾ കേൾക്കുകയും അത് ഈ ചിത്രങ്ങൾ വാങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എങ്കിലും അവസാനം തന്നെ ഞാൻ പറയാം, ഇത് സൂപ്പർ. ഞാനൊരു കലാകാരനല്ല എങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നത് കാണാനും ഇതിനെക്കുറിച്ച് കേൾക്കാനും സാറുമായിട്ടൊന്ന് സംസാരിക്കാനും ഒക്കെ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുകയാണ്. സാറിന് എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, സ്നേഹം ഞാൻ പറയുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും കൊല്ലത്ത് വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഗാലറിയിൽ വന്ന് പുതിയ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ എങ്ങോട്ടൊരു യാത്രയുള്ളൂ. അത് ഉറപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ ഗാലറിയിൽ എത്തണം, ഈ ഗാലറിയിലുള്ള ചിത്രങ്ങൾ കാണണം. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും, വളരെ സന്തോഷം. നിങ്ങളോടൊന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരാളായിട്ടായിരിക്കും. സാറുമായിട്ട് സംസാരിച്ചു, ആ കാര്യങ്ങളൊക്കെ ഗൗരവമായി കേട്ടു, അതിനെക്കുറിച്ച് പഠിച്ചു. നിങ്ങളോടൊന്ന് പോകുമ്പോൾ വ്യത്യസ്തമായ ഒരാളായിട്ടായിരിക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അത്രയും ഒരു പ്രചോദനം നൽകുന്ന ഒരു ഗാലറിയാണ് ഈ ഗാലറി. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും കുടുംബത്തോടെ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവന്ന് ഈ ചിത്രങ്ങളൊക്കെ കാണിക്കണം. അവരും ഭാവിയിലെ കലാകാരന്മാരായി വരാൻ, അല്ലെങ്കിൽ അവരും ഒരു ആർട്ടിസ്റ്റായി മാറാൻ അവരെ ഇത് കൂടുതൽ ഗുണം ചെയ്യും എന്നതിന് യാതൊരു സംശയവും. നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ ഒരു ഒറ്റ തടിയിൽ തീർത്ത ഒരു ശില്പം അല്ലേ, എപ്പോഴും തോന്നിയൊരു ചിത്രമാണ്. അത് മരത്തടിയിലെ കാതലായ തടിയിൽ ഒട്ടനവധി മുഖങ്ങൾ ചേർത്തുകൊണ്ടൊരു ചിത്രം. അത് സാറിൻ്റെ ശില്പി എന്ന രീതിയിൽ സാറിൻ്റെ ഏറ്റവും വലിയൊരു വൈവിധ്യമാണ്. ഇതാണ് ആ ചിത്രം. മറക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ശില്പാലയിലായാലും ചിത്രകലയിലായാലും ഈ ആധുനിക ലോകത്ത്
ഇപ്പോൾ നമ്മൾ യൂട്യൂബ് കമ്പ്യൂട്ടറൊക്കെ ഉള്ള നിങ്ങൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടാൽ ആവശ്യ ചിത്രങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഇപ്പം നേരിട്ട് ലൈവായിട്ടുള്ള ചിത്രങ്ങൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതൊരു അപൂർവമായ കാഴ്ച തന്നെയാണ്. അല്ല, കലയെക്കുറിച്ച് ഒരു വലിയ കലവറയാണ് സാറ്. അത് ചെറിയൊരു കാര്യമില്ല, ഒരു വലിയ കലവറയാണ്. സാറിന് നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശദമായി സാറിനോട് ഇരുന്ന് വിഷയങ്ങളിലേക്ക് വന്ന് സംസാരിച്ച മറ്റൊരു കലാകാരന് പോലും ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അത്രയും വലിയൊരു കലാകാരൻ്റെ കലവറയാണ് സകലകലാ വല്ലഭൻ എന്ന് പറഞ്ഞാൽ എഴുത്തില് ഒരു സ്വാധീനം ചെലുത്തി. അതുപരി തന്നെ ശില്പകല, ചിത്രകല, സാറിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് കൊണ്ടുണ്ട്. കൊല്ലത്ത് എപ്പോൾ വന്നാലും നമ്മൾ ഈ കാലത്ത് സന്ദർശിക്കും. അതെ, വർക്കല എസ് കെ രാഘവൻ എന്നൊരു നമ്മുടെ നവോത്ഥാന നായകൻ, ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ നവോത്ഥാന നായകൻ. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പുസ്തകം തന്നെ, ചിരട്ടച്ചായ എന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം തന്നെ എഴുതി മാറ്റിമറിച്ച ഒരു മനുഷ്യനും കൂടിയാണ് സാറ്. അതുകൊണ്ട് സാറിന് ഒരുപാട് കഴിവുകളുണ്ട്. അതൊക്കെ ചോദിച്ചറിയാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും തീർച്ചയായും ഈ ഋഷികേശ് ഗാലറി നിങ്ങൾ സന്ദർശിക്കണം. സാറുമായി സംവാദിക്കണം. ആ സംവാദത്തിലൂടെ നിങ്ങൾക്ക് അറിവുകൾ നേടാനും അതുപോലെ നിങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും പറ്റിയ ഏറ്റവും വലിയൊരിടം എന്ന് ഞാൻ ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമസ്കാരം.